ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് കിടക്കണം. അപ്പോൾ തോന്നി അതാവുന്ന വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചാലോ എന്ന്. അങ്ങനെ വലിയ സദ്യയൊന്നുമില്ല കേട്ടോ. കോസ്കോ പോയപ്പോൾ കുറച്ച് ചെമ്മീൻ വാങ്ങിയായിരുന്നേ. അത്യാവശ്യം വലിയ ചെമ്മീനാണ്. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും. അപ്പോൾ തോന്നി ഇന്ന് ചെമ്മീൻ കറി വെച്ചാലോ. പിന്നെ കുറച്ച് ഫ്രൈയും ചെയ്യാം, ആ കൊതി അങ്ങോട്ട് തീരട്ടെ അല്ലേ. പിന്നെ ചെറിയൊരു മുട്ടത്തോരനും, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിഭവങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ച് അന്ന് ഇതൊക്കെ കൂടി തട്ടിക്കൂട്ടുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമല്ലോ എന്ന്. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ ലഞ്ചിലേക്ക് അങ്ങോട്ട് കടന്നാലാ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ ഈ ബാൽക്കണിയും കൂടി ഒന്ന് കണ്ടിട്ട് ഊണിലേക്ക് കിടക്കാം. വേണ്ടില്ലേ, ഇലകളൊക്കെ അങ്ങോട്ട് ആകെ ഉണങ്ങി വേണ്ട. അപ്പം നല്ല തണുപ്പാണ് ഇവിടെ. എന്ത് തണുപ്പാണെന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ പിള്ളേർ സ്കൂളിൽ പോകുന്ന നേരത്തൊക്കെ നല്ല തണുപ്പാണ്. പിന്നെ എന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും ഇല്ല കേട്ടോ, ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി വരും. ചില ദിവസങ്ങളിൽ നല്ല തണുപ്പായിരിക്കും, ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ചെറിയ തണുപ്പേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇത് കണ്ടോ, നല്ല കാറ്റാണ് ഇവിടെ. എന്ന് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റടിക്കും. കണ്ടോ, ഇവിടെ നിൽക്കാൻ പറ്റില്ല, നല്ല കാറ്റാണ്. നമ്മുടെ കറിവേപ്പിൻ തൈയും പുതിനയിലയുടെ ആ ഒരു തയ്യൊക്കെയില്ലേ, അതൊക്കെ ഇപ്പോൾ അകത്താണ് വെച്ചേക്കണത്. തണുപ്പായി തുടങ്ങിയപ്പോൾ പുറത്ത് വെച്ചാൽ ചീത്തയായി പോകുക, കാരണം ഇപ്പോൾ അകത്താണ് വെച്ചേക്കണത്. ഞാനപ്പോൾ അതേ കുറച്ച് ചെമ്മീനാണ് എടുത്തിട്ടുള്ളൂ. മൊത്തം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നാക്കാനായിട്ട് ഇപ്പോൾ ടൈമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തേക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കോസ്കോയിലൊക്കെ പോകുമ്പോൾ കുറച്ച് അധികമായിട്ടൊക്കെ വാങ്ങിക്കും കേട്ടോ ചെമ്മീൻ. ഇങ്ങനെ കുറച്ചായിട്ടൊന്നും എന്തായാലും കോസ്കോയിൽ കിട്ടില്ലല്ലോ, ഞാൻ മുമ്പേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അധികമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വില കുറവിന് കിട്ടും ചെമ്മീൻ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അങ്ങനെ നല്ലൊരു എമൗണ്ടിൽ തന്നെ ചെമ്മീൻ വാങ്ങുന്നിട്ട് ഇതേമാതിരി കുറച്ചിട്ട് എടുക്കും, അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തലയും പാലും ആ തൊണ്ടൊക്കെ കളഞ്ഞ്, പിന്നെ അതിൻ്റെ ആ ഒരു നാരൊക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനെ നെടുക പിളർന്ന് ആ നാരൊക്കെ ഇങ്ങനെ മാറ്റി. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്, ബാക്കി കുറച്ച് കറി വയ്ക്കാനും. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രൈ ചെയ്യാനുള്ളത് മസാല പുരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ അങ്ങനെയാണ്, ഏത് മീൻകറി ഫ്രൈ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അതായിരിക്കും കേട്ടോ ചെയ്യുക. അപ്പോൾ മസാല ശരിക്കും അങ്ങോട്ട് പിടിക്കുമല്ലോ. അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ഓയിൽ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മസാല പുരട്ടി നമുക്ക് കുറച്ച് നേരം അവിടെ വയ്ക്കാം. അപ്പോൾ അത് ബാക്കി കറികളൊക്കെ ഉണ്ടാക്കണ നേരം വരെയും ഇതങ്ങനെ ഇരിക്കുമ്പോൾ അതിങ്ങനെ മസാലയൊക്കെ ഉള്ളിലേക്ക് അങ്ങോട്ട് പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ആദ്യം തന്നെ മസാല പുരട്ടണത്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് സവാള അരിഞ്ഞു കൊടുക്കേണ്ടോ. അപ്പം ഞാൻ മീൻകറി പല രൂപത്തിൽ വയ്ക്കാറുണ്ട്. മുളകിട്ട് വയ്ക്കും, തേങ്ങാപ്പാൽ വയ്ക്കും, തേങ്ങ അരച്ച് വയ്ക്കും. അപ്പോൾ ഇന്ന് വയ്ക്കുന്നത് ഞാൻ തേങ്ങാപ്പാലിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. ചൂടായ ചീനച്ചട്ടിയിലെ വെളിച്ചെണ്ണയിൽ ഞാൻ ഉലുവയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ സവാളയിട്ട് നന്നായിട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക് ഇതും കൂടി ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ചൊക്കെ ഇടാം കേട്ടോ. ഞാൻ കുറച്ചിച്ച മാത്രമേ ഇതൊക്കെ ഇടാറുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് മതി കറി, അതുകൊണ്ടാട്ടോ ഞാൻ ഇത്ര ഉണ്ടാക്കണത്. ഇത് നന്നായിട്ട് ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വഴറ്റി എടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഇത്തിരി അധികം ഇടുന്നുണ്ട്. ഞാൻ വേറെ പുളിയൊന്നും ചേർക്കണില്ല. ഇന്നത്തെ കറി ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് ഞാൻ. ഇന്നിപ്പോൾ തക്കാളി മാത്രം ഇട്ടിട്ടാണ് വയ്ക്കണത്. എന്നിട്ട് തക്കാളി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നോട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് മൂടി വെക്കുകയാണ്. ഇപ്പോൾ ഇതേ നന്നായിട്ട് ഉടഞ്ഞ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അല്ലേ, നല്ല രസമുണ്ടല്ലേ. ഇനി ഇതിലേക്ക് ഇതേ പൊടികളൊക്കെ ചേർക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, ഇത്ര മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. ചിലവർ മല്ലിപ്പൊടിയൊക്കെ ചേർക്കും, പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും ചേർക്കണില്ല. ഇത് നന്നായിട്ട് വഴന്ന് വന്ന് ഇതിൻ്റെ മസാലയൊക്കെ മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ഒന്നാം പാൽ രണ്ടാം പാലൊന്നും ഞാൻ ഒഴിക്കണില്ല, എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു നീട്ടി ഒരു പാലാണ് കേട്ടോ ഒഴിക്കണത്. അപ്പോൾ ഇത് നമുക്ക് തിളച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഒത്തിരി ലൂസാക്കിയിട്ടാണ് ഉണ്ടാക്കിയേക്കണത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം.
നമുക്കിപ്പോൾ ഇന്ന് ആവശ്യത്തിനേക്കുള്ള ചെമ്മീനാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ച് എടുക്കാം കേട്ടോ. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയിക്കോളുമല്ലോ. അങ്ങനെ ഞാൻ ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഞാനതൊന്ന് തുറന്നു നോക്കിയിട്ടാ. പക്ഷേ ഇത് ശരിക്കും അങ്ങോട്ട് കുറുകിയിട്ടൊന്നുമില്ല. കുറച്ചും കൂടി ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് പറ്റാനൊക്കെ ഉണ്ട്. അപ്പം ഇനി അത് അവിടെ കിടന്ന് ആ ചാറൊക്കെ ഒന്ന് പറ്റട്ടെ കേട്ടോ. കൊണ്ട് നമുക്ക് മുട്ട തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാന്ന് പറഞ്ഞാൽ ഒരുപാട് വഴന്നൊന്നും പോകണ്ട കേട്ടോ. ഞാനത് അത്ര വഴറ്റണമൊന്നുമില്ല. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടേ സവാള ഇങ്ങനെ കടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അധികം വഴറ്റാതെ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 മുട്ട ഇട്ട് കൊടുക്കണുള്ളൂ. എന്നിട്ട് ഈ മുട്ട ഇങ്ങനെ അനക്കാതെ വെച്ച് കൊടുത്തേക്കോട്ടും. അപ്പോൾ ഈ നേരത്ത് നമ്മുടെ മീൻകറി ഒരുവിധം സെറ്റായിട്ടുണ്ട്. ആവശ്യത്തിന് കുറുകിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ചാറ്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടാണ്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതിയിലാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ ഞാനിത് ഒരുപാട് ഇട്ട് അങ്ങനെ ഇളക്കണമൊന്നുമില്ല, ഇങ്ങനെ തന്നെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തുട്ടാണ് വല്ല ബുൾസൈയാണ് ഉണ്ടാക്കണേന്ന്. പക്ഷെ അതൊന്നുമല്ല കേട്ടോ, ഇതൊരു പ്രത്യേക രീതിയിലുള്ളൊരു തോരനാണ്. അപ്പോൾ ഇതിങ്ങനെ ഞാനിങ്ങനെ അധികം ഇളക്കണമില്ല, പക്ഷേ എന്നാൽ മിക്സ് ചെയ്തും കൊടുക്കണ്ട, എല്ലായിടും ഒന്ന് വെന്ത് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ടായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണത്. വലിയ രീതിയിൽ ഇളക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ ഉടന്ന് ചെറിയ കഷ്ണം. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ രാവിലത്തെ മുട്ട പുഴുങ്ങിയത് ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു ബാക്കി. അപ്പം ഞാനത് പീസാക്കിയിട്ട് അതിലേക്ക് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി അവിടെ കിടന്ന് ഒന്ന് മിക്സായി വരട്ടെ, നോക്കാലോ എങ്ങനെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ അതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മിക്സ് ചെയ്ത ഒരു സുഖം ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ രീതിയിലുള്ള റെസിപ്പിയിൽ ഞാൻ അധികം അങ്ങനെ മിക്സ് ചെയ്യാറില്ല കേട്ടോ. അതാണ് എൻ്റെ ഒരു തോരൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഇളക്കി ഇപ്പോൾ ഏകദേശം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മൾ ആ മുട്ടത്തോരനൊക്കെ മാറ്റി ഞാൻ ആ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലേക്ക് ഇട്ട് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് ഫ്രൈ ചെയ്യാനായിട്ട്. ചെമ്മീൻ ഫ്രൈ ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളല്ലേ? എനിക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ചെമ്മീൻ ഫ്രൈ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ചെമ്മീൻ ഫ്രൈ? ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ ചെമ്മീൻ ഫ്രൈ? അപ്പോൾ ഞാനങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെമ്മീൻ ഫ്രൈ തന്നെ അല്ല കേട്ടോ, ഏത് ഫിഷാണെങ്കിലും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മൾ ഏകദേശം ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ട് അതിലേക്കാണ് കേട്ടോ ഈ ഫ്രൈ ഇടണത്. ഞാനല്ലെങ്കിൽ ഏത് ഫിഷ് ആണെങ്കിലും ഇങ്ങനെയാണ് കേട്ടോ, കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിടും. അപ്പോൾ അതിനോടുകൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ? അത് ചിക്കൻ ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് സവാളയൊക്കെ ഇടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാനങ്ങനെ ഇട്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെമ്മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിഭവങ്ങൾ. അപ്പോൾ ഫുഡ് കഴിക്കാറായിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേനും കറിയൊക്കെ എല്ലാവരും ഒഴിച്ച് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ ഒരുവിധം കാലിയായിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ഇരിക്കണത്. ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫാമിലീസിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് അമേരിക്കയിലെ പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.